കനലുണ്ടാക്കിയിട്ട് കനലുമ്പോൾ നീളത്തിൽ പച്ച കമ്പൾ വെച്ച് എന്നിട്ട് അതായത് കത്തി പിടിക്കാത്ത ടൈം നേരാണ്ട് ചിക്കൻ വെച്ച് കൊടുക്കും. അപ്പോൾ നല്ല അടുത്തുനിന്ന് ഹീറ്റ് കിട്ടുകയും ചെയ്യും. നമ്മൾ വേറെ സംവിധാനങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. 6:15 ഭയങ്കര വെയിലാണ്. നമ്മളവിടെയൊക്കെ 6:15 പക്ക ഇരുട്ടായിരിക്കും. ഇതായിരിക്കാനാണ് 11 ആവാനാണ് ചാൻസ്. അങ്ങനെ വരണ വഴിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ആപ്പിള് വരണ വഴിക്ക് ചെക്കന്മാരെ മൂടാക്കിയിട്ട് പൊട്ടിക്കണ കാണിച്ചു തന്നു. അതുപോലെ കുറേ എണ്ണം പൊട്ടിച്ച് പോണായിരുന്നു. ഞാൻ ചെക്കന്മാരെ വെച്ചിട്ടാണ്. പോക്കറ്റിലുണ്ട്. ഇതാ ഓൻ്റെ 2 പോക്കറ്റിൽ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചെക്കന്മാരിങ്ങനെ നല്ല നൈസ് ചെക്കന്മാരാട്ടോ. സാധനം ഞാനവിടെ ടെൻറ്റിലെത്തിരി കാണിച്ചു തരാം. അൻവർ ചാടുന്നു. ആ ചെക്കന് ക്യാമറ മേടിച്ച് അൻവർ ഇങ്ങനെ ചാടി പോകുന്നു. ആ ചെക്കനെ നമ്മൾ നടന്നു പോകണ്ട. നല്ല കിട്ടിയില്ല പൂക്കളുണ്ട്. അൻവറെ ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. അതന്നല്ലേ അതൊരു പൂവാണത്രേ. ചാടിലട്ടിക്കാനേ എന്താ ചെക്കന്മാരിതാ. ഞാനവരപ്പം ചാടിയാണ്. ചാടി ഇവിടെ നോക്കിയാൽ നമ്മളെ ടെൻ്റൊന്നും കാണാമല്ലോ. हमारा टेंट किधर है? उधर ഞങ്ങളുടെ ടെൻ്റ് ആ ഭാഗത്താണ്ടാ. കോമഡി ഞങ്ങൾ എത്തിപ്പെട്ടത് വേറെ സ്ഥലത്തേക്ക്. ചെക്കന്മാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. കഞ്ഞി ഉണ്ടാക്കിയ കഞ്ഞിനെ കഞ്ഞിയാണ് നിക്കണത്. ഇതിനെ പോലെ ശരിയാവൂല. അതാണ് ചെക്കന്മാരെ. എല്ലാ ചെക്കന്മാരല്ല, എന്നാലും അത്യാവശ്യം ചെക്കന്മാരൊക്കെ നല്ല കിട്ടില്ല ചെക്കന്മാരുണ്ട്. കാരണം നമ്മളിവിടെ വരുമ്പോൾ രാവിലെയും വരും, ഫുൾ ടൈം എടുത്തേക്ക് ഓരോരുത്തരും മാറി മാറി വന്നിട്ട് എന്താ വേണ്ടത്, ഫുഡ് കഴിക്കാൻ വീട്ടിലേക്ക് വരണോ, ചായ കുടിക്കാൻ വരണോ, അതാണ് ഇതാന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിരുന്നു. പിന്നെ അരി ചോദിച്ചില്ല. ഇതിപ്പോൾ കടയിൽ തപ്പിയിട്ട് കിട്ടിയില്ല. ഇവിടെ എവിടെ അരിയില്ല. അപ്പോൾ അവസാനം എന്ത് ഓരോ വീട്ടിൽ പോയിട്ട് കൊടുക്കണം. പിന്നെന്താ ഈ ഗ്ലാസ്, 2 ഗ്ലാസ്, സ്പൂണ്, പാത്രം, പിന്നെന്താ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ എൻ്റെ പോക്കറ്റിലൊക്കെ നിറച്ച് കുറച്ച് സാധനങ്ങളുണ്ട്. അത് വരുന്ന വഴിക്ക് പൊട്ടിച്ചതാണ്. അത് നമ്മൾ വരുന്ന വഴിക്ക് പൊട്ടിച്ച സാധനം അത് കാണണ്ട. ഞങ്ങൾക്കൊള്ളാണ്. നമ്മൾ വരുന്ന വഴിക്ക് ഓയിൽ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്ത് 2 ഏക്കന്മാർ പറഞ്ഞ്, നമ്മൾ നല്ല കമ്പനിയുള്ള ഏക്കന്മാർ തന്നെ, അവർ ഓയിൽ മേടിച്ചോളാന്ന് പറഞ്ഞ് മേടിച്ചോളാന്ന് പറഞ്ഞിട്ട് മേടിച്ചു കൊടുന്നൊക്കെ. ഉമർ നാം ഉമർ ഹിലാൽ ഇവർ രണ്ടാളും മേടിച്ചു തന്നൊക്കെയാണ്. താങ്ക്സ് ഭയ്യ. 95 കുഴപ്പമില്ലല്ലോ. 10 രൂപ ഏക്കന്മാരെടുത്തോട്ടെ അല്ലേ. അതെ നമ്മളെ ജോസ് മോനിലെ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാവോ ആവണം. എടാ ഓയിലേക്ക് ഉപ്പിട്. ജോസ്മോനാണ് കേട്ടോ കുക്ക് നമ്മളെ. ഫുഡ് കണ്ടപ്പോ വീഡിയോ വേണ്ട, അവനക്കൊന്നും പറയാൻ വേണ്ട. നല്ല ഇന്നലെ രാത്രിക്കത്തെ വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടല്ലോ. എന്താ സംഭവം വെച്ചാൽ രാത്രി ഇവിടെ നമ്മളെ ചെക്കന്മാർ ജോസും സഞ്ജയൊക്കെ വഴി തെറ്റി വരുമ്പോൾ അപ്പോൾ പിന്നെ ലേറ്റായി. അങ്ങനെ കുക്ക് ചെയ്യുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും വീഡിയോ ഒന്നും എടുക്കാനില്ല. ജസ്റ്റ് ഫോണിൽ മാത്രം ഒരു 10-15 സെക്കൻഡിലെ വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ രാത്രി നല്ല രസമായിരുന്നു. ഞങ്ങൾ ആദ്യം കനലൊക്കെ ഫുള്ള് നല്ല കാട്ടിലൊക്കെ ഫുള്ള് ഇറങ്ങി വിറകൊക്കെ കുറേ സെറ്റാക്കി കനലുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കിയതായിരുന്നു. പക്ഷേ എന്നുണ്ടെങ്കിൽ ഇവർ വരാൻ ലേറ്റായി. ഞങ്ങൾ
വാട്സപ്പിൽ ലൊക്കേഷൻ അയച്ചു കൊടുത്തപ്പോൾ വേറെ ലൊക്കേഷനാണ് അവർക്ക് കിട്ടിയത്. അങ്ങനെ വേറെ ഏതോ സ്ഥലത്ത് പോയി അവിടുന്ന് ഇവർ വീണ്ടും തിരിച്ചു വന്ന് അതിനൊക്കെ ഏകദേശം അവസാനം എല്ലാം സെറ്റായി വരുമ്പോൾ ഏകദേശം 2 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈമിലത്തെ ആ ഒരു മൂഡ് വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആദ്യം ഇവിടെ അടുത്തുള്ള വിറകൊക്കെ തന്നെ ശേഖരിച്ച് വെച്ചുകൊണ്ട് അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ രണ്ടാമത് വിറക് കിട്ടാൻ കുറേ ദൂരത്തൊക്കെ പോയി. പിന്നെ ഓനെ ഏതൊക്കെ മരമൊക്കെ എന്തൊക്കെയോ ഓടിച്ചിട്ടൊക്കെ കൊടുത്തിട്ടാണ് സാധനം എടുത്തിക്കണത് അല്ലേ. ഇന്നലെ വിറക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് എന്തായാലും ചിക്കനൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ കുഴപ്പമില്ലാണ്ടൊക്കെ ചുടാൻ പറ്റി. ആകെ ചെസ്റ്റ് പീസ് മാത്രം കുറച്ചൊരു സീൻ ഉണ്ടായിരുന്നു. ബാക്കി ലെഗ് പീസും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ വേവ് തന്നെ ചെയ്തു. ഞങ്ങളെങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ എന്താ പറയുക, ഇതിൽ കനലുണ്ടാക്കിയിട്ട് കനലുമ്പോൾ നീളത്തിൽ പച്ച കമ്പൾ വെച്ച് എന്നിട്ട് അതായത് കത്തി പിടിക്കുക. എന്നിട്ട് ടൈം നേരാണ്ട് ചിക്കൻ വെച്ച് കൊടുക്കും. അപ്പോൾ നല്ല അടുത്തുനിന്ന് ഹീറ്റ് കിട്ടുകയും ചെയ്യും. നമ്മൾ വേറെ സംവിധാനങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ചെയ്ത് ചിക്കൻ ഉണ്ടാക്കി. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ സ്പോട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതായിരുന്നു ഇന്നലെ ഉണ്ടാക്കിയത്. ഇതിലത്തെ ഈ കല്ലുണ്ടല്ലോ, ഈ കല്ല് ഇത് നേരൊക്കെയായിരുന്നു, അതും ഇവർ പറിച്ചിട്ടതാണ്. ഇതാണ് ഇന്നലെ ഉണ്ടാക്കിയ കനൽ. ഈ കല്ലും ആ ഭാഗത്ത് എവിടെ എങ്ങാണ്ട് ഉണ്ടായിരുന്നതാണ്. ഞാൻ അൻപറും കൂടിയിട്ട് ഇന്നലെ പൊക്കി കൊടുന്ന് ഇവിടെ വെച്ച് ഫുള്ള് സെറ്റാക്കി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെക്കന്മാർ, ആ ഭാഗത്ത് ചെക്കന്മാർ കുളിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ചിലപ്പോൾ പോയിട്ട് കുളിക്കും, അല്ലെങ്കിൽ ചെക്കന്മാരെ വീഡിയോ എടുക്കും. അങ്ങനെ കുറേ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നൊന്നും നടക്കുമല്ലെന്ന് അറിയില്ല. പിന്നെ അതേപോലെ തന്നെ ടെൻറ്റ് ഇവിടെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ ചെക്കന്മാർ അവിടെ ആ ഫാമിലി കാണുന്ന ഭാഗത്താണ് അവർ സ്റ്റേ ചെയ്തത്. ഞാനവിടെ അടുത്തുള്ളവർ തൊട്ട സൈഡിൽ തന്നെ മരത്തിൻ്റെ ചുവട്ടിൽ പുറത്തും വെച്ചിട്ടുണ്ട്. ഇതാ സഞ്ജയ് അവിടെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഗ്യാസ് ആയിട്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്യാസൊക്കെ ഇവർ വന്നപ്പോഴാണ് കൊടുത്തിട്ട്, അതിന് മുമ്പേ അങ്ങനെ സാധനങ്ങളൊക്കെ സെറ്റാക്കിയതാണ്. ചായ ഉണ്ടാക്കി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ള എന്താ വെച്ചാൽ, അമ്മ എവിടെ പോയിട്ടുണ്ടെങ്കിലും അമ്മ സാധനം ഉണ്ടാക്കുമ്പോൾ എല്ലാം ഒരു വേസ്റ്റോടെ ഉണ്ടാവരുത്. അങ്ങനെല്ലാം ഇന്നലത്തെ എല്ലാ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് പിറക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കവറിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുക. എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുമ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ക്യാമ്പ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മാക്സിമം ഒരു വേസ്റ്റ് ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്ത രീതി, അതിപ്പോൾ ഇങ്ങനെ നശിച്ചു പോണ വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൂടി മാക്സിമം നമ്മളങ്ങനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഇനിയിപ്പോൾ ഉടനെ ഇനി അടുത്ത പരിപാടി എന്താ അൻവറേ? അടുത്ത പരിപാടി എന്താ? അപ്പോൾ ഇനിയിപ്പം തന്നെ ഗുൽമർഗ് പോയിട്ട് സൺസെറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ഞാനും അൻവറും കൂടിയിട്ടാണ് പോവുക. ജോസും സഞ്ജയ് ഇവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെയാണ് വിചാരിക്കുന്നത്. പിന്നെ ചിലപ്പോൾ ഞാനും ജോസും കൂടിയിട്ട് അവിടെ കാണുന്ന മക്കളൊക്കെ കുളിക്കുന്ന സ്ഥലത്തൊന്നും ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഉറപ്പില്ല. ഇവർ പിന്നെ കുളിക്കാനുള്ള സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ അതാണ് അങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്നത്. എവിടെ പറഞ്ഞോ? തിരളിയറില്ല ഇല്ല, പറഞ്ഞോ, രസമുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്തൊക്കെയാണ് ഗുൽമർഗിക്ക് തന്നെ വന്നിരിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ നാലാമത്തെ പ്രാവശ്യം കണ്ടാന്ന് തോന്നുന്നുണ്ടോ ഗുൽമർഗ് പറഞ്ഞേ. അപ്പോൾ അന്ന് വന്ന ഓരോ പ്രാവശ്യം വരുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം മഞ്ഞ്, പിന്നത്തെ പ്രാവശ്യം വരുമ്പോൾ വേറെ പ്ലേസ്, പിന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ ഫുള്ളായിട്ട് പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, മഴ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു പള്ളി ഉണ്ട്. ആ പള്ളീൻ്റെ പേരെന്താ? പേരൊന്നും അറിയില്ല. ക്രിസ്ത്യൻ പള്ളി. ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടെ ഒരു അമ്പലമുണ്ട്. പിന്നെ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ടൊരു പള്ളിയുണ്ട്. 3 കൂടി ഉണ്ടല്ലോ. പിന്നെ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ മറ്റേ ലാവൻഡർ വാലി എന്ന് പറഞ്ഞിട്ട്, ലാവൻഡർ എന്ന് പറഞ്ഞ സാധനം ഉൽപ്പാദിപ്പിക്കുന്ന വാലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കണം, അതിൻ്റെ വീഡിയോസ് ഒന്ന് എടുക്കണം. പിന്നെ അൻവർ ഇപ്പോൾ ഇതിനായിട്ട് ഇവിടുത്തെ എന്തൊക്കെയാണ് സൺസെറ്റിൻ്റെ സംഭവങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അന്ന് വന്നപ്പോൾ ഞങ്ങളൊരു കുതിരനെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. വീഡിയോസ് അല്ല, ഫോട്ടോ എടുക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ ഇന്ന് ആളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു. പക്ഷെ ഇവനാളുടെ നമ്പർ എന്ത് ചെയ്ത് മിസ്സായി അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ പോണത് ലാവൻഡർ. പിന്നെ ഏതാ വേറെ എന്താ ചെടികൾ? വേറെ ഏതൊക്കെ ഉണ്ട്, നമുക്ക് കാണിച്ചു കൊടുക്കാം. വേറെ ഏതൊക്കെയോ ചെടികളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ നേരെ കാണാമെന്ന് കാണിച്ചു കൊടുത്തരാം. ആ നേരെ കാണുന്ന മല, അതിൻ്റെ അപ്പുറത്ത് ചെറുതാണ്. ചെറിയ മല കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്താണ് അതിൻ്റെ താഴ്വര ഉള്ളത്. ആ താഴ്വരയിൽ നമ്മളെന്ത് ചെയ്യും, ആ വാലിയും കാര്യങ്ങളൊക്കെ മാക്സിമം പറ്റുന്ന ഒരു രീതിയിൽ വൃത്തിയിൽ ഷൂട്ട് ചെയ്യും. പിന്നെ ഇവൻ്റെ ഫോട്ടോഗ്രാഫി സ്കിൽസൊക്കെ കുറച്ച് കാണിച്ചു തരും. അത്ര അല്ലേ. ഞങ്ങോട്ട് പോയിട്ടുള്ള വീഡിയോസ് കാണാം.
പിന്നെ ഒരു പരിതാപകരമായിട്ടുള്ളൊരു കാഴ്ച കാണിച്ചു കേട്ടാ. ഇവിടെ ഈ കുതിരനൊക്കെ മിക്ക ആൾക്ക് ഇത് കുതിരല്ല, വേറെ എന്തൊക്കെ ഓവർ കഴുതാന്ന് പറയും. കുതിരക്ക് അത്യാവശ്യം ലൈറ്റ് ഉണ്ടാവും അത്ര. അപ്പോൾ ഇതിനൊക്കെ പുല്ല് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വിട്ടിട്ടുണ്ട്. പക്ഷേ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലത്തെ കാല് കണ്ടില്ലേ, 2 കാലും കൂട്ടിക്കെട്ടിട്ടിട്ട് ആണ് ചാടി ചാടി പോണത്. കാണുമ്പോൾ തന്നെ പാവം തോന്നുന്നു. പക്ഷെ എല്ലാം അങ്ങനെയല്ല കേട്ടോ, കുറേ എണ്ണം സാധാ പോലെ ഉണ്ട്. പക്ഷേ എന്നുണ്ടെങ്കിൽ എന്തോ ഭയങ്കര ഓടുന്ന ടെൻഡൻസി ഉള്ള സാധനങ്ങൾക്കാന്ന് തോന്നുന്നു ഇങ്ങനെ കെട്ടിട്ടുണ്ടാവും, എന്താണെന്ന് അറിയില്ല. ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. കാണുമ്പോൾ ഒരു ചെറുപ്പമാണ് എന്താ പറയുക ഇങ്ങനെ. ഇത് എന്നാലും കുഴപ്പമില്ല. വേറെ ഒന്നിനെ 2 കാലും പിന്നെ ഒരു കെട്ടലൊക്കെ ആയിട്ടുള്ളതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ചെറുപ്പമാണ്. പിന്നെ എന്നുണ്ടെങ്കിലേ ഞാൻ അന്ന് വന്നപ്പോൾ കാണുന്ന മല ഉണ്ടല്ലോ, അത് നല്ലപോലെ കണ്ടിരുന്നു. പോരാത്തന്നെ അതിൻ്റെ മുകളിൽ സ്നോ ഉണ്ടായിരുന്നു. പക്ഷേ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് ഇപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഭയങ്കര ചൂടാട്ടോ. നാട്ടിലത്തെ അത്ര ഡോസ് ഇല്ലാത്ത വെയിലാണെന്നുണ്ടെങ്കിൽ കൂടി അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള വെയിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ മഞ്ഞൊക്കെ ഉരുകി പോയിട്ട് ആ മല നോർമൽ ഒരു പച്ചപ്പിലായിരിക്കുന്നു. അതുകൊണ്ട് അന്നെടുത്ത ആ ഒരു ഫ്രെയിമിൽ വണ്ടി വീണ്ടും നല്ല ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ച് റീൽസൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എടുക്കാന്നുള്ള പ്ലാനിലായിരുന്നു വന്നത്. പക്ഷെ അതൊന്നും ഇനിയിപ്പോൾ നടക്കില്ല. കാരണം ആ വണ്ടി, വെള്ള വണ്ടി, വൈറ്റ് കളർ സ്നോ, അത് ആ ഒരു കോമ്പിനേഷനൊക്കെ മെയിനായിട്ട് ആഗ്രഹിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഒന്നും നടന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത കൊല്ലമല്ലേ അത് നടക്കുള്ളൂ. ഭാഗ്യമില്ല, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ വേറെ എവിടെ നിന്നൊക്കെ അതിനെക്കാട്ടി നല്ല ഫ്രെയിമിലെടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ തന്നെ. പിന്നെ കുറച്ച് ചെക്കന്മാരുണ്ട് നോക്ക് ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ. നല്ല വൈബാട്ടോ ഇവിടെ കളിക്കാൻ. നല്ല പിച്ചൊക്കെ എങ്ങനെയാണാവോ, എന്നാലും സെറ്റായിരിക്കും. നല്ല പിച്ചുണ്ട്. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങളൊരു ടീം ക്രിക്കറ്റ് കളിക്കാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ കളിക്കാറൊന്നുമില്ല. അൻവറിന് പിന്നെ സമയമില്ലാത്ത കളിക്കാൻ നിൽക്കുകയും ചെയ്തില്ല. ഇപ്പോൾ നല്ലപോലെ എടുക്കാൻ പറ്റുമോ ഫോട്ടോ? ക്ലൈമറ്റ് സുഖമല്ലല്ലോ. നോക്കാം, ക്ലൈമറ്റ് ഒന്നും പറയാൻ പറ്റില്ല. ടൈം എടുക്കല്ലേ, 7:30 സൺസെറ്റ്. അതാണ് ഒന്നും പറയാൻ പറ്റില്ല. അതന്നെ. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഇവിടെ ഡേയ്സ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. നമ്മളെ അവിടുത്തെ പോലെയല്ല. സൂര്യൻ ഉദിക്കുക. ഇന്ന് എത്ര മണിക്കാണ്ട്? 6 മണിക്കല്ല അലാറം വെച്ച്? അല്ല, അലാറം വെച്ചത് എൻ്റെ ഫോണിൽ 6 മണിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഓന് 6 മണിക്ക് അലാറം വെച്ച് ആക്കാൻ പറഞ്ഞ് ഞാൻ 6 മണിക്ക് അലാറം വെച്ച്. അപ്പോൾ ഓന് ഞാൻ പറഞ്ഞു മിക്കവാറും എണീക്കില്ല എന്നാണ് വിചാരിച്ചത്. ഓൻ 5:30 വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് പിന്നെ എണീക്കുമ്പോൾ ടെൻറ്റിൻ്റെ പുറത്ത് നിറച്ചും വെളിച്ചം കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ഓൻ എണീക്കാൻ മറന്ന് ഏകദേശം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എണീച്ചാണെന്നാ. ഇവനാ ഒരു സൺറൈസ് കണ്ടിട്ട് ഞെട്ടിയിട്ട് വിളിക്കണിന്നെ. ഞാൻ ആ ഉറക്കത്തിൽ തലേദിവസം രാത്രി തീരെ ഉറങ്ങില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ കണ്ട് നോക്കിയപ്പോൾ അപാര വ്യൂ ആയിരുന്നു. പക്ഷേ എന്നിട്ട് ആ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിൽ എണീച്ചുകൊണ്ട് എന്താ പറയുക, ഗോപ്രോ ഒന്ന് എടുത്ത് പോകാനുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഇവൻ ആ 5:30 എണീച്ചിട്ടുള്ള വ്യൂ ആയിരുന്നു നമ്മളെ നാട്ടിലൊരു 7:30 ആകുമ്പോഴുള്ള വ്യൂ. അപ്പോൾ ആ നേരത്തെ ഒരു 2 മണിക്കൂർ ഡിഫറൻസ് വന്നു. അതുപോലെ തന്നെ വൈകിട്ട് ഇപ്പോൾ ഇവിടെ ഒരു നട്ടുച്ച ആ ലെവലിലുള്ള ഫീലാണ്. അതിനിപ്പോൾ അവന് ഫോട്ടോ എടുക്കാൻ നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7-7:30 വരെ വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ എത്ര സമയടാ? 6 മണിയാണ്. 6:15 ഭയങ്കര വെയിലാണ്. നമ്മളവിടെയൊക്കെ 6:15 പക്ക ഇരുട്ടായിരിക്കും. കുതിരൻ്റെ കാറ്റഗറിയിലും പെടുത്ത, കഴുതൻ്റെ കാറ്റഗറിയിലും പെടുത്ത, അങ്ങനെ എന്തോ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം എന്നറിയില്ല. ഇതിപ്പോൾ ഇതിനെ കണ്ടിട്ട് ആർക്കെങ്കിലും എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരമായിരിക്കും. ഞാൻ നല്ല സെറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ പിൻ ചെയ്തൊക്കെ ഉണ്ട്. ഡോക്കറാ രസമുണ്ട്. ഇത് ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത്? വെള്ള കുതിര, പച്ച ബാക്ക്ഗ്രൗണ്ട്, പുല്ല് തിന്നു. ചവിട്ടുവോ? വേണ്ട. ഇവരൊക്കെ ചവിട്ട് കിട്ടിയാൽ അയ്യോ പൊളി. ബാക്കിൽ നിന്നല്ല ഫ്രണ്ടിൽ നിന്ന് കുഴപ്പമില്ല. കിട്ടിയല്ലേ അത്ര ഉള്ളു. ഞാനേ ജസ്റ്റ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് ചെയ്യാൻ പോകണ്ട. ഇത് നല്ല കിടിലെന്നായുണ്ട്. ഇവിടെ എടുത്തൊന്നിരുന്നത് ആളിനെ കണ്ട് പേടിച്ചു പോയി. പട്ടികളൊക്കെ തല്ലൂടി കേട്ടാ നമ്മളെ. അതെ, പക്ഷെ എല്ലാം നല്ല ക്യൂട്ടാട്ടോ, നല്ല രസമാണ് കാണാൻ. ക്യൂട്ടെന്നല്ല, എന്താ പറയുക, നല്ല തൊപ്പൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. അങ്ങനെ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട്, ഈ താഴ്വരയൊക്കെ വന്നിട്ടുണ്ട്. ഇനി മതിൽ ചാടിയിട്ടൊക്കെ വേണം പോവാൻ. വേണ്ട താഴ്വര ഒരു രക്ഷയില്ലാന്ന് പറയാം. പിന്നെ ഇങ്ങനെ പറഞ്ഞ ഒരു രസമില്ലല്ലോ. അപ്പോൾ നിങ്ങളെന്നെ കണ്ടോളി. കണ്ടിട്ട് നിങ്ങൾക്ക് രസം
അറിയാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. ഇതാണ് അവസ്ഥ. ആ പിങ്ക്, ആ ഒരു എന്താ പറയുക, പർപ്പിൾ കളറല്ലേ, പർപ്പിൾ കളർ പൂവ് അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഇതിനെ പോകണമെന്നുണ്ടെങ്കിൽ ഈ പലകമ്മ കൂടെ അയ്യോ ചാടി ചാടി വേണം പോവാൻ. അൻവർ ഇങ്ങനെയൊക്കെ പോയുള്ളത്. അപ്പം എന്നോടും അയ്യോ ഇങ്ങനെ തന്നെ പോവാൻ പറഞ്ഞു. അൻവറേ അയ്യോ ഓ ഓരേ പൊന്നു സെറ്റ് സെറ്റ്. ലാവൻഡർ, ഈ പർപ്പിൾ അല്ലേ ലാവൻഡർ? അല്ല ലാവൻഡർ അടിച്ചു നോക്കിയാൽ മതിയല്ലോ ഗൂഗിളിൽ. ഇതാണ് തോന്നുന്നു ലാവൻഡർ. ഞാൻ കൺഫേം ആക്കിയിട്ട് പറയുന്നുണ്ട്. സാധാരണ ഇവിടെ കാരണം ഈ ഒരു ഇതിൽ മാത്രമേ ലാവൻഡർ കാണുള്ളൂ. അല്ലടാ നമ്മൾ നേരെ മഞ്ഞിൻ്റെ മുകളിലേക്ക് എത്ര ടൈം എടുക്കും? ഇന്നല്ല പോവാൻ. ആ 16 കിലോമീറ്റർ അതിൻ്റെ മുകളിൽ. അതിൻ്റെ അപ്പുറത്ത് പാകിസ്ഥാനല്ലേ? ആ മലൻ്റെ അപ്പുറത്ത് പാകിസ്ഥാൻ. ചേക്ക അവിടെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അവർക്ക് അങ്ങോട്ട് വീഴാൻ പോയില്ലേ? ചേക്കനാകെ പേടിച്ച്. സൂര്യനുണ്ട്, കാണുമെന്നറിയില്ല. വല്ലാത്തൊരു വ്യൂ ആണ് കേട്ടോ. പക്ഷെ അന്നത്തെ ഒരു ലൈറ്റിങ് അങ്ങ് പോയില്ലേ, ഇങ്ങനെ പോയ ടൈമിലത്തെ ലൈറ്റിങ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. ഇതാണ് ഇവിടുത്തെ വ്യൂകളൊക്കെ. പിന്നെന്നുണ്ടെങ്കിൽ സംഭവം ഇതിനേക്കാളേറെ രസം ഇതിൻ്റെ ലൈറ്റിങ് പക്കാവുമ്പോഴാണ് കേട്ടോ. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്നാലും കാഴ്ചയിൽ ഒരു മൂടി ഫീലിംഗ് അല്ലേ? അതിനെക്കാട്ടിയും പൊളിയാണെന്നാണ് പറഞ്ഞത്. നാളെ ഞങ്ങൾ വരുന്നുണ്ട്. നാളെ വന്നാൽ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. നല്ല ക്ലൈമറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒന്നും ടെൻ്റ് അടിക്കാൻ പറ്റില്ലല്ലേ? ശരിയാണ്. നമ്മളന്ന് വന്നപ്പോഴേ ആ കാണുന്ന മല ഉണ്ടല്ലോ, ഇപ്പം അവിടെ മഞ്ഞ ഒരു തേങ്ങയും കാണില്ല. ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒലിച്ചു പറഞ്ഞ പോലെ ചളിപുളിയേ കാണുള്ളൂ. അന്നത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഞാനിപ്പോൾ ഈ കൈ കാണിക്കുന്ന മരത്തിൻ്റെ ലെയർ ഉണ്ടല്ലോ, ആ ലെയർ വരെ ചളിയുള്ള സ്നോവും അതിൻ്റെ മുകളിലേക്ക് നല്ല പുത്തൻ സ്നോവ ഉണ്ടായിരുന്നത്. നല്ല ഇങ്ങനെ വെളുത്ത തൂവെള്ള കളർ സ്നോ ഉണ്ടായിരുന്നത്. എന്നിട്ട് ആ ടൈമിലാണ് ഞാൻ എന്ത് ചെയ്ത് വണ്ടി അവിടെ മുകളിൽ വെച്ചിട്ട് വണ്ടി ഇവിടെ ആ കാണുന്ന സ്ഥലത്ത് ഇതിൻ്റെ ടോപ്പിൽ കൊടുന്ന് വണ്ടി വെച്ചിട്ട് ഇതും ബാക്കിൽ ഫ്രെയിമിൽ വന്നിട്ട് എടുത്തത്. അന്ന് പിന്നെ ഐഫോൺ ഉണ്ടായിരുന്നില്ല, ഓൻ്റെ ക്യാമറ ഉണ്ടായിരുന്നില്ല, ആകെ ഗോപ്രോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗോപ്രോയിൽ പിന്നെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിന് സൂട്ടബിൾ ആയിട്ടുള്ള ലൈറ്റിങ് വരണം. അല്ലാണ്ട് നമ്മുടെ കാഴ്ചക്ക് മാത്രമല്ല, ഇതിനൊരു പ്രത്യേക ഒരു ലൈറ്റിങ് കിട്ടിയാലേ 9-ലൊന്നും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ലൈറ്റിങ് കിട്ടിയാൽ അതിൻ്റെ ആ കറക്റ്റ് പെർഫെക്ഷൻ കിട്ടുള്ളൂ. പക്ഷേ ഐഫോൺ ആകുമ്പോൾ വലിയൊരു വിഷയമില്ല, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാനൊക്കെ പറ്റും. ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഫോഗ് നല്ല ഉണ്ട് തോന്നുന്നു. കാരണം ഇവിടുത്തെ ആ ഒരു മഞ്ഞൊന്നും നമുക്കണ്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. ഒന്ന് ക്ലിയർ അല്ല. ഒരു അല്ല എന്താണ് അതിന് പറയാ, ഒരു ക്ലിയർ ഇല്ല. അങ്ങനെ ഒരു എന്തൊക്കെയോ ഒരു സംഭവം നല്ല രസമാണ്. ഇവിടെ അവിടുത്തെ ആ ഒരു ചെറിയൊരു അല്ലേ ഒരു ഓറഞ്ച് ഷെയ്ഡ് ആ ഇതിൽ കാണുന്നില്ലടാ. ഭാഗ്യമില്ല. ഗോപ്രോ പിടിച്ചിട്ട് തന്നെ ഇങ്ങനെ നല്ല ഇതിലിപ്പോൾ അൻവർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഫോട്ടോ ഇങ്ങനെ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളും. ഇതൊക്കെ കണ്ടോ അവിടെ നല്ല രസമുള്ള ഫ്ലവേഴ്സ്. ഇതായിരിക്കാനാണ് ലാവൻഡർ ആവാനാണ് ചാൻസ്. ഞാൻ എന്തായാലും ഗൂഗിൾ നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ ഫേസും കാര്യങ്ങളൊക്കെ പറയും. അതവിടെ ഫോട്ടോ എടുക്കണം. ഇതിപ്പോൾ ഗുൽമർഗ് പോകണ വഴിക്ക് അവിടെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് തൻമർഗ് എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ചെക്ക് പോസ്റ്റിൻ്റെ ഇടയിൽ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഷോപ്പുണ്ടാവും. കിട്ടില്ല സാധനമാണ് കബാബ്. നോർമലായിട്ട് ഇവിടുന്ന് കിട്ടുന്ന പോലത്തെ കബാബ് നല്ല കടിച്ചാൽ നല്ലപോലെ കഴിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ഒരു ഫുൾ റൊട്ടി, ഒരു കബാബ്, അതിനുള്ള മസാല ഒക്കെ കൂടിയിട്ട് ആകെ 30 രൂപ ഉള്ളൂ. മട്ടൻ കബാബാണ് കേട്ടോ. നല്ല ടേസ്റ്റിലാണ്.